ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ ചെറിയൊരു വിശേഷം കണ്ടാൽ എൻ്റെ ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫാണെന്ന്. രാവിലെ എണീച്ച് ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രാവിലെ സമയം നോക്കിയപ്പോൾ 8:30 ആയിക്കണം. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലൊന്ന് പോയോക്കട്ടെ ഇന്നത്തെ ഫുഡ് എന്താണെന്ന്. കിച്ചണിൽ പോയപ്പോൾ അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കണം. ഇന്ന് ദോശയും ചട്നിയാണ് സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്. നമുക്ക് ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മുറ്റമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പുറത്തൊക്കെ പോയിട്ട് എന്തൊക്കെ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ചെറിയൊരു ഗാർഡനുണ്ട്. ഗാർഡന് പറയാൻ മാത്രമൊന്നുമില്ല. ആവശ്യത്തിന് കുറച്ച് ചെടികളൊക്കെ എൻ്റെ മമ്മിയും പപ്പയും കൂടെയൊക്കെ ഉണ്ടാക്കിയ ചെടികളാണിത്. പിന്നെ ഈ സൈഡിൽ ഉമ്മ കുഴിച്ചിട്ട് കുറേ ചെടികളുണ്ട്. റോസ്, 10 മണി മുല്ല, അങ്ങനത്തെ കുറേ ചെടികളൊക്കെ കുഴിച്ചിട്ടാണ്. പിന്നെ അലോവേര ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് കുറച്ച് കൃഷികളുണ്ട്. ബാക്ക് സൈഡിൽ കൃഷി സൈഡ് അങ്ങനെ പറയണമെന്നില്ല. കുറച്ച് അലോവേര, കരിവേപ്പിൻ്റെ ഇല, ഇത് ചെറുനാരങ്ങൻ്റെ തൈയാട്ടോ. ഇത് കുഞ്ഞ് ചെറുനാരങ്ങയില്ലേ വെള്ളം കളിക്കണേ അത്. പിന്നെ വലിയ വേറെ കരിവേപ്പിൻ്റെ തൈയുണ്ട്. പിന്നെ അത് ഉണ്ടമുളക് കാണാൻ മറ്റേ ഉണ്ടമുളകിൻ്റെ തൈ ഉണ്ടല്ലോ, പച്ചമുളക്, അതാണ്. പിന്നെ മാവുണ്ട്. മാവ് മതി പ്രാവശ്യം ഭയങ്കര കുറവാണ്. ഒരു മാങ്ങട്ടുള്ളൂ കാണാൻ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നല്ലോണം ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം പറ്റ കുറഞ്ഞുപോയി. പൊത്തിനൊക്കെ കണ്ണു വന്നപ്പോൾ ഇവിടെ നല്ല ദോശയും ചട്നിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തിന്നാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി ഉണ്ട് എനിക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടിച്ച് വരണം, തുടയ്ക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഉമ്മനെ ഞാൻ കിച്ചണിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യലില്ല. കാരണം കുട്ടിയുള്ളതുകൊണ്ട് ഞാൻ അടിച്ചിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് ഉമ്മനെ ഹെൽപ്പ് ചെയ്യലാണ്. ഉമ്മ പറയും അടിച്ചിട്ട് തുടച്ചാൽ മതി, എന്നിട്ട് ബാക്കി കുട്ടീനെ നോക്കിയിട്ട് പറയും. ഞാൻ പിന്നെ കുട്ടീനെ നോക്കലാണ്. അപ്പോൾ അതിൻ്റെ അടിച്ച് വരലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ടായിട്ട് അടിച്ച് വരുന്നത്. അവിടെയാണല്ലോ ഫസ്റ്റ് നമ്മൾ അടിച്ച് വരുന്നത്. അതിനൊക്കെ വന്ന് നമ്മൾ അടിച്ച് വരലും തുടക്കലൊക്കെ നമ്മളിവിടെ ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കുറച്ചധികം പണിയുണ്ട്. ഇനി അതോ വീഡിയോയിൽ ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോണിൽ ചാർജ് ഇല്ല, ഇനി എല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ കുളിക്കാൻ പോവാണ്. ഇനി എൻ്റെ കുളിയും കൂടി കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കണം, ചോറൊക്കെ റെഡി ആക്കണം. പിന്നെ ഞാൻ കുളിച്ചിട്ടുള്ള എൻ്റെ ബാക്കി വിശേഷം കാണാം. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഫുഡ് കഴിക്കണം. ഇന്ന് ഫുഡിന് ചോറ്, കർമൂസക്കറി, അയിലൻ്റെ കറി, പിന്നെ ചക്കൻ്റെ ഉപ്പേരിയാണ്. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം വൈകി. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. അതിൻ്റെ മുമ്പ് കുറച്ച് നേരം ഫോണൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഉറങ്ങി. എന്നിട്ട് ഈവനിങ് ഒരു 4 മണി 4:30 ആകുമ്പോൾ എണീക്കണം. അതൊക്കെ ഇന്നത്തെ പണി. അപ്പോൾ വൈകുന്നേരമായി എണീച്ച്. ഇപ്പോൾ സമയം 4:30 ആയിക്കണ്. അപ്പം എണീച്ച് ജസ്റ്റ് മുറ്റത്തേക്കൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കിയതാട്ടോ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ജസ്റ്റ് അത് വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട്. നമുക്ക് കിച്ചണിൽ പോയൊക്കെ നല്ല പഴംപൊരീൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. എന്താണോ നോക്കുക, പഴംപൊരിനാണോ. അപ്പോൾ അമ്മ അടിപൊളി പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പഴംപൊരിയും ചായ കുടിക്കാം. ഞാൻ ചായ കുടിക്കലില്ല കേട്ടോ, ഇപ്പോൾ ചായ ഇഷ്ടമില്ല. ഞാൻ പഴംപൊരി മാത്രമേ തിന്നലുള്ളൂ. പഴംപൊരി മാത്രമൊന്നുമല്ല, ഇപ്പോൾ പഴംപൊരി ആയതുകൊണ്ട് പഴംപൊരിയാണ് തിന്നുന്നത്, ചായ കുടിക്കലില്ല. അപ്പോൾ പഴംപൊരിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിതാ പഴംപൊരി തിന്ന് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൽ എത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റണം അത്രത്തോളം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണ. പല തെറ്റുകളും ഉണ്ടാവും. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബൈ.